ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഐറുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോകാനുള്ളതുകൊണ്ട്. ഐറു സാധാരണ ഒരു 7 മണി 7:30 ആകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോകാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ആൾ നമ്മുടെ കൂടെ തന്നെ എഴുന്നേറ്റോളും. ഏട്ടനും അവനും കുറച്ച് നേരമൊക്കെ കളിക്കും. അതിനൊക്കെ ശേഷമാണ് ഒന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എവിടെ പോണ? ചാച്ച പോവാനായിരോ? ചാച്ച പോവാണോ? ആരോ ഒന്നെന്താ ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ തൊഴാൻ വേണ്ടി പോകുന്നത്. മൂക്കിൻ്റെ അവിടെ എന്തോ ഇത് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റിലായിരുന്നു നമ്മൾ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമുള്ള പരിപാടിയായിരുന്നു. അപ്പം നമ്മളെ പന്തൽ, അതുപോലെ മേശ, കസാര സാധനങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കസിൻസും ഒക്കെയാണ് കേട്ടത്. ഇവരാണ് നമ്മുടെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ബലൂൺസൊക്കെ വീർപ്പിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരേ സെയിം വലുപ്പത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അളവെടുത്തിട്ടാണ് കേട്ടോ വീർപ്പിക്കുന്നത്. വീർപ്പിച്ചതിന് ശേഷം ഇങ്ങനെ അളവെടുത്തിട്ടാണ് അവർ കെട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു പൈപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൈപ്പിലാണ് കേട്ടോ അതിങ്ങനെ ചുറ്റി വെക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇവനൊരു 6 മണി വരെയൊക്കെ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഈ ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് കുറച്ച് അവൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് കുറവാണ് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഇനി കരച്ചിലൊന്നും ആവണ്ട വിചാരിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഇന്നത്തെ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ ഇഷ്ടവും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇഷ്ടവും നമ്മൾ പുറത്തുനിന്ന് വരുത്തിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. സ്റ്റേജായിട്ടൊന്നുമില്ല, ജസ്റ്റ് താഴെ കാർപ്പറ്റ് വിരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഐറുവിൻ്റെ ഈ ഒരു ഫോട്ടോ ഏട്ടൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ റൗണ്ടിൽ. അപ്പോൾ അത് നമ്മൾ വെച്ചപ്പോൾ ആദ്യം കുറച്ച് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് താഴത്തേക്ക് താഴ്ത്തിയിട്ട് ആദ്യം ഈ ഒരു ബലൂൺ ഒന്ന് ആർച്ച് പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് രസമായിട്ട് തോന്നിയില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ മുകളിൽ മാത്രമാക്കിയിട്ട് വെച്ചിട്ടോ. ഈ ബലൂണും അതുപോലെ ഈ ഒരു ഐറുവിൻ്റെ ഇങ്ങനെ ന്യൂ ബോൺ മുതൽ 12 മന്ത് വരെയുള്ള ഫോട്ടോ വെക്കുന്ന ഫ്രെയിമൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഇവരൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ. ഇതിൻ്റെ പിന്നിൽ ഇവരൊക്കെയാണ്. ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത്. പക്ഷേ ബാക്കിയൊക്കെ ഫുൾ സെറ്റ് ചെയ്തതൊക്കെ ഇവരാട്ടോ. നമ്മൾ പ്രോഗ്രാം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പം. ഓൾമോസ്റ്റ് നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഐറുവിൻ്റെ ഗ്രാൻഡ് എൻട്രിയാണ്. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ടോയ് കാറാണ് കേട്ടോ ഇത്. അവൻ്റെ അമ്മൂമ്മയും ലല്ലയും കൂടെ വാങ്ങിക്കൊടുത്തതാണ്. അവന് ഗിഫ്റ്റ് ചെയ്താട്ടോ ബർത്ത്ഡേക്ക്. അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടികളൊക്കെ. അപ്പോൾ ഏട്ടനൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏട്ടൻ അവനെ മടിയിലൊക്കെ ഇരുത്തിയിട്ട് അവന് കുറച്ച് അറിയാം കേട്ടോ അതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ. അവൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വരികയായിരുന്നു. ഇതിൽ കയറിയാൽ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ച് ഇറക്കിയതാണ്. അപ്പോൾ അത് തന്നെ മൂടൊക്കെ ഇങ്ങനെ കേട്ടോ കരയായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലാഗ് ചെയ്യാൻ സമയമില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ ആ മൂടൊന്നും നോക്കിയില്ല, അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ കേക്കൊക്കെ വായിലൊക്കെ ഇട്ട് വെച്ച് കൊടുത്തപ്പം ആൾക്ക് ഓക്കെ ആയിട്ടോ. പ്രോഗ്രാം ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.
അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.